കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീലേഖ IPSന് ഒരു അബദ്ധം പറ്റി. അബദ്ധമാണോ അല്ലയോ നമുക്ക് പിന്നെ നോക്കാം. അറിയില്ലായ്മയെന്നും പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഒന്ന് ആലോചിക്കുക, ഇപ്പം നേരത്തെ ഒരു IPS ഉദ്യോഗസ്ഥയായിട്ടിരുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു പിഴവ് പറ്റുമെന്ന് കണ്ണടച്ചങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഞാനതല്ല പറഞ്ഞ അറിയില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ BJP-യിൽ ഇറങ്ങുന്ന എത്ര ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അവർക്കുണ്ടാകുന്ന ദാരുണമായ അവസ്ഥ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. കാര്യം അവർക്ക് ഇപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ IPS-കാരിക്ക് നിയമം അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇവർക്ക് ഏറ്റവും വേണ്ട അടിസ്ഥാനപരമായ അറിവ് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള അറിവ് തന്നെയാണ്. അത് വളരെ വ്യക്തമായി ഉണ്ടാകേണ്ട ഒരാളാണ് IPS ഓഫീസർ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം. ഇപ്പം IPS ആണെങ്കിലും IAS സിവിൽ സർവീസ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പൊതുവിൽ ഇത് ഭരണഘടനയായിട്ട് നല്ല ഒരു ബന്ധമുണ്ടാണ്. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ ഈ പറയുന്ന സ്കൂളിൽ ഒരു തലം എത്തിക്കഴിയുമ്പോൾ, നമ്മളൊരു ഹൈസ്കൂൾ തലം ഒക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഭരണഘടനയെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് ഓരോ പൗരനും, ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും പാലിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ പഠിച്ചാണ് പോകുന്നത്. അങ്ങനെയുള്ള ഇപ്പൊ നമുക്ക് പോലും അബദ്ധം 100 വട്ടം നമ്മൾ ചിന്തിക്കും. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ പല വാക്കുകൾ പറയുമ്പോഴും നമ്മൾ 100 വട്ടം ചിന്തിക്കും, അത് പറഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന് ചിന്തിച്ചായിരിക്കും നമ്മൾ പറയുന്നത് പോലെ. അപ്പൊ പിന്നെ ഇതിന് വെറും ഒരു പിഴവായിട്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ ബോധമില്ലായ്മയോ എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുമോ എന്നാണ് ഇതിനകത്ത് വരുന്നൊരു കാര്യം. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ പാർട്ടികൾ നിർത്തുന്നത് രാഷ്ട്രീയമായി നന്നായി അറിവുള്ള, എന്ന് വെച്ചാൽ അത്ര രാഷ്ട്രീയമായ അറിവുണ്ടാവണം എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കണമെന്നല്ല, രാഷ്ട്രീയമായ ഒരു അറിവുണ്ടാവണം. എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അല്ലാതെ ഇങ്ങനെയുള്ള ബേസിക് നോളജ് ഒന്നും ഇല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളെ നേരെ നൂലിൽ കെട്ടി ഇറക്കി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നമാണ്. ഇവിടെ മെട്രോമാൻ എന്ന് പറയുന്ന ഒരാൾ ഹീസ് എ ടെക്നോക്രാറ്റ്. അദ്ദേഹം ഒരു ടെക്നോളജിസ്റ്റ്, ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹത്തിന് അതിന് എല്ലാ വിധത്തിലുള്ള അറിവുകളും അദ്ദേഹത്തിനുണ്ട്. അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് ജനഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ജനനായകനാണോന്നോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണോ ഈ ശ്രീധരൻ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരാളെ BJP-യുടെ സ്ഥാനാർത്ഥിയായി പാലക്കാട് മണ്ഡലത്തിൽ കെട്ടിയിറക്കിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ കെട്ടിയിറക്കപ്പെട്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് ചെയ്ത ഒരു നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഒരു MLA ഓഫീസ് തുറക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിനപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ താമസിക്കേണ്ടി വരും, അപ്പോൾ എനിക്കിവിടെ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യണം, MLA ഓഫീസ് എന്ന് പറഞ്ഞിട്ട് മെട്രോമാൻ ഈ ശ്രീധരൻ MLA എന്ന് പറഞ്ഞിട്ട് ഓഫീസ് തുടങ്ങി. എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങി? അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൽ വിജയിക്കുന്ന ആളാണ് MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭാ സാമാജികൻ ആകേണ്ടത് എന്നുള്ള ബേസിക് നോളജ് എന്തുകൊണ്ടാണ് മെട്രോമാൻ ഈ ശ്രീധരൻ ഇല്ലാതെ പോയതെന്നാണ് മനസ്സിലാകാത്തത്. പിന്നെ തന്നെയുമല്ല, ഒരു ഭൂരിപക്ഷമൊക്കെ ഇങ്ങനെ ഉണ്ടാകും. ഈ ഭൂരിപക്ഷം വന്ന് ചിലപ്പം കൂടാം കുറയാം. ലീഡ് എന്നാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അല്ല, ഇത്ര ഭൂരിപക്ഷം എന്നുള്ളത് നമ്മൾ പറയത്തില്ല. കാര്യം എന്താ, ഭൂരിപക്ഷം വരുന്ന ഏറ്റവും ഒടുവിലാണ്. നമ്മൾ ലീഡ് ചെയ്യുന്നു, മുന്നിൽ എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വാർത്ത കൊടുക്കുന്നതാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അന്തിമമായി ഒരു വിധി വന്നിട്ടില്ല, അന്തിമമായി റിസൾട്ട് വന്നിട്ടില്ല. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഭൂരിപക്ഷം എന്ന് നമുക്കവിടെ പറയാൻ പറ്റൂ. എന്നാൽ ഇതിന് മുൻപ് തന്നെ ഈ പ്രചരണ പരിപാടികൾ ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അവിടെ എന്ത് ചെയ്തു, ഒരു MLA ഓഫീസ് അങ്ങ് ഓപ്പൺ ചെയ്തു. എന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായ അറിവില്ലായ്മയാണ് ശരിക്കും അതിൽ ഉണ്ടായത്. കാരണം ഞാൻ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് MLA ആകാൻ കഴിയൂ. അല്ല, പ്രചരണത്തിൽ ചിലപ്പോൾ ആള് കൂടാം, പ്രചരണത്തിൽ എത്ര ആള് വേണേ കൂടാം. ആ ആള് ഈ കൂടുന്ന ആളുകളെ കണ്ടുകൊണ്ട് നമ്മൾ ധരിക്കാൻ പാടില്ല ഇതെല്ലാം എനിക്ക് വീഴാനുള്ള വോട്ടാണെന്ന് ധരിക്കാൻ പാടില്ല. നമ്മളിപ്പോ ഏത് പാർട്ടി ആണെങ്കിലും നമുക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ജനിച്ച അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടാവണം. നമുക്കൊരു രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളോടാണ് നമ്മൾ സംവദിക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷനോടോ അതല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോടോ അങ്ങനെയല്ല എപ്പോഴും ഒരു ഒരു പൊതുപ്രവർത്തകൻ സംവദിക്കേണ്ടത്. ആ പൊതുപ്രവർത്തകൻ സംവദിക്കേണ്ടത് സാധാരണക്കാരോടാണ്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരനോട് സംവദിക്കാനുള്ള ശേഷി ആർജിക്കുക എന്നുള്ളതാണ് ഏതൊരു സ്ഥാനാർത്ഥിയും ബേസിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റി. ആ ക്വാളിറ്റി നമ്മൾ ഈ ശ്രീധരനെ കണ്ടിട്ടില്ല. കാരണം എന്താണ്? അദ്ദേഹം അങ്ങനെ ജീവിച്ച ഒരാളല്ല. അദ്ദേഹത്തിന് കുറച്ച് തൊഴിലാളികളോട് ഇടപഴകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇടപഴകുന്ന വേറൊരു ശ്രേണിയുണ്ട്. അല്ലാതെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശ്രീലേഖ
ആ ശ്രീലേഖ എങ്ങനെയാണ് പിന്നെ അവിടെ പെരുമാറിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇതുവരെ ആ ശ്രീലേഖ ഇടപെട്ടിട്ടുണ്ടോ? അവർ ഒരുപക്ഷെ ദിലീപിനെ കാണാൻ പോയെന്നിരിക്കും, ദിലീപിന്റെ ദുരവസ്ഥയെക്കുറിച്ച് അവർ യൂട്യൂബിൽ വീഡിയോ ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ അമീറുൽ ഇസ്ലാമിനെ കാണാൻ പോയെന്നിരിക്കും. അതൊക്കെ അവരുടെ രാഷ്ട്രീയം. അങ്ങനെ അല്ലാതെ ഇവർക്കൊരു പൊതുധാരയിൽ ഇറങ്ങി നിന്നുകൊണ്ട് 10 പേരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് 10 പേരോട് അവരനുഭവിക്കുന്ന ബേസിക്കായിട്ട് അവരനുഭവിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമൊന്നും ഈ ആർ ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയമായി നോളജ് ഇല്ല. എങ്കിൽ തന്നെയും ഈ പറയുന്ന പോലെ തനിക്കൊപ്പം നിൽക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10,000 പേരെ കണ്ടുകൊണ്ട് ഈ 10,000 വോട്ട് എനിക്കുള്ളതാണ് എന്ന് വിശ്വസിക്കരുത്. ഇവർക്ക് പലയിടങ്ങളിലും പല വാർഡുകളിൽ വോട്ടുള്ളവരുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് പലർക്കും വന്നിട്ടുണ്ട്. ഈ നമ്മൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് ഒരാളെ ഇവിടെ കൊണ്ടുനിർത്തി ഞങ്ങളിവിടെ വോട്ട് ചെയ്യിക്കുക എന്ന് പറയുന്നൊരു ബെഡായി അല്ലെങ്കിൽ ഒരു മണ്ടത്തരം പറഞ്ഞൊരു വാഴയുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇവരൊക്കെ ഇതിനകത്തേക്ക് വന്നേക്കാം. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ശരിക്കും ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ രംഗത്തേക്ക് എത്തുന്നത്. ഇതൊന്നും വോട്ടായി വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നോളജ് പോലും അറിയാത്ത അല്ലെങ്കിൽ വിവരം പോലും ഇല്ലാത്ത ഒരാളാണ് ആർ ശ്രീലേഖ എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. പിന്നെ ഈ പറയുന്ന BJPയിലേക്ക് ഒരാൾ എത്തിക്കഴിയുമ്പോൾ അവരുടെ മാനസികമായി അവർക്കുണ്ടാകുന്ന ഒരു താഴ്ചയുണ്ട്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കി. ഇപ്പോൾ സുരേഷ് ഗോപി നമ്മൾ നേരത്തെ പറഞ്ഞാണ്, സുരേഷ് ഗോപി ഇന്ന് ഇപ്പൊ ചിരിച്ചില്ലേ നീ എന്ന് പറയുന്ന പോലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ ഇന്ന് മലയാളി ചിരിച്ചു പോകും. കാരണം ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞങ്ങളുടെ കമ്മീഷണർ പിന്നെ ബാലേന്ദ്രൻ്റെ അങ്ങനെ എന്തോ അല്ലേ IPS, ഞങ്ങളുടെ കമ്മീഷണർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പിന്നെ ഭരത്ചന്ദ്രൻ IPS ഇങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ കരുതും. അപ്പം പുള്ളിക്ക് ഉണ്ടായിരുന്നു ഒരു അത് തന്നെ. ആ ഹീറോ ഇമേജിൽ നിന്ന് ഒരാൾ വളരെ പെട്ടെന്ന് ഈ ഒരു ഗതികേടിലേക്ക് അധപ്പതിച്ചു പോകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, അയ്യേ ഇത്ര ഉണ്ടായിരുന്നുള്ള ഈ മനുഷ്യൻ മുട്ടിലെഴിയുന്നു, പള്ളിയിലൊക്കെ പോയി മുട്ടിലെഴിഞ്ഞിട്ടൊക്കെ പോകുന്ന ഒരു സമയം. അവിടെ പിന്നീട് അദ്ദേഹത്തിന് ചെമ്പുകോപി എന്നൊരു വിളിപ്പേര് വീഴുന്നു. പിന്നെ ഒരു വെൽഫെയറിന്റെ ഒരു വണ്ടി കൊണ്ടുവന്ന്, ടൊയോട്ട വെൽഫെയർ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ടിട്ട് അവിടെ കാല് നീട്ടി വെച്ചിട്ട് വരുന്ന പെൺകുട്ടികൾക്ക് ഓരോ രൂപ നാണയം കൊടുത്തിട്ട് കാലെ തൊട്ട് വീഴാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ പറയുന്ന വെകിളിത്തരം കാണിച്ചു തുടങ്ങിയവരെല്ലാം. ഭീമൻ രഘു ഇപ്പം CPM-ലാണെങ്കിൽ തന്നെ ഭീമൻ രഘു, നമ്മളൊക്കെ എന്തായിരുന്നു ഭീമൻ രഘു എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു അല്ലേ? നമ്മൾ ആലോചിക്കോ. പിന്നെ നരസിംഹം കാണുന്ന സമയത്ത്, വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത്, അങ്ങനെ എത്രയോ സിനിമകൾ, FIR എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ആ നടനെ കാണുമ്പോൾ ആ നടന് കൊടുക്കുന്നൊരു പവറുണ്ട്. അദ്ദേഹം ജയന്റെ ഒരു പകരക്കാരൻ എന്നുള്ള നിലയിലാണ് ശരിക്കും മലയാള സിനിമയിലേക്ക് അദ്ദേഹത്തിന് എൻട്രി. പിന്നീട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായി. വില്ലൻ എന്ന് പറഞ്ഞാൽ കൊടൂര വില്ലൻ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ഒരു വില്ലൻ. ഭീമൻ രഘു വന്നൊരു നിപ്പ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയന്നു പോകും. അത്ര ശക്തനായ ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നടൻ ഒരാളാണ് ഈ പറയുന്ന ഭീമൻ രഘു. പിന്നീട് ഈ ഭീമൻ രഘുവിന്റെ അവസ്ഥ എന്തായി? അദ്ദേഹത്തിന് ഒറ്റ മാറ്റം സംഭവിച്ചുള്ളൂ. അദ്ദേഹം BJPയിലേക്ക് കയറി എന്ന് പറയുന്ന ഒരു മാറ്റം ഉണ്ടായി. ആ മാറ്റം ഉണ്ടായപ്പോൾ ഈ പറയുന്ന ഭീമൻ രഘു പിന്നെ ലോകത്തെങ്ങും ഇല്ലാത്ത വിവരക്കേട് പറയുന്ന ഒരാളായി മാറി അല്ലേ? എന്താ വെച്ചാൽ കോമാളിയായി മാറി. അതിന്റെ ഒരു ഹാങ് ഓവർ നിലനിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഒരു ഇനാഗുറൽ ഫംഗ്ഷൻ ഇടയ്ക്ക് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം കൈയും കെട്ടി എണീറ്റുന്നത്. അതിന് ആ BJPയുടെ ഹാങ് ഓവർ ഉണ്ടല്ലോ, അത് വിട്ടുമാറിയിട്ടില്ല. ഞാൻ മദ്യപിച്ച് കഴിയുമ്പം പിറ്റേ ദിവസം രാവിലെ ഒരു തലക്കിരി പിടുത്തം കാണും എന്ന് പറയുന്ന പോലെ അതിൽ നിന്ന് പിന്നെ BJP ഇറങ്ങുകയും ചെയ്ത് CPM പൂർണ്ണമായി ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ രണ്ടിനും ഇടയിൽ വരുന്ന ദശാസന്ധി എന്ന് പറയും. ഈ സന്ധിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. ആ സന്ധിയുടെ ഒരു വാങ്ങലുണ്ട്, അത് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എൻ്റെ അച്ഛനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എണീറ്റ് നിന്ന് കൈയും കെട്ടി അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും മേജർ രവി എന്തെല്ല മനുഷ്യനായിരുന്നു. എനിക്ക് മേജർ രവി എന്നൊക്കെ പറയുന്ന ആള്, പുള്ളിക്ക് എന്താ അധപ്പതനം ഉണ്ടായി, പുള്ളിക്ക് അത് വിവരക്കേട് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മേജർ രവിയും അധപ്പതിച്ചു പോയി. അങ്ങനെ നമ്മൾ BJPയിലേക്ക് മറ്റൊരു പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക രംഗത്ത് നിന്നോ BJPയിലേക്ക് വരുന്നവർക്കെല്ലാം ഉണ്ടാകുന്ന ഒരു അധപ്പതനമാണ്. രാമസിംഹൻ എന്ന് പറഞ്ഞിട്ട് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. അലി അക്ബർ എന്ന് പറയുന്ന ഒരു സംവിധായകനായിരുന്നു അദ്ദേഹം. ആ അലി അക്ബർ എന്തായി, പുഴ മുതൽ പുഴ വരെ എന്നും പറഞ്ഞിട്ട് ഈ അലി അക്ബർ സിനിമ എടുത്തു. എന്നിട്ട് പേര് മാറ്റി രാമനും നരസിംഹവും കൂടെ ചേർത്തുകൊണ്ട് പുള്ളി ഒരു പേരുണ്ട്. വേറെ എത്ര പവിത്രൻ എന്നൊക്കെ പറയുന്ന എന്തൊരു പേരുണ്ടായിരുന്നു ഇവിടെ ഇല്ലേ? ആ പേരൊന്നും സ്വീകരിക്കാതെ ലോകത്തെങ്ങും ഇല്ലാത്തൊരു രാമസിംഹൻ. ഇപ്പൊ രാമസിംഹൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. രാജസേനൻ നമ്മളെല്ലാവരെയും കുടുകൂടാ ചിരിപ്പിച്ചൊരു സംവിധായകനാണ് രാജസേനൻ. ആ രാജസേനന്റെ മേലെ പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ഒരു 100 തവണ നമ്മൾ കണ്ടാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചിരിക്ക് ഒട്ടും കുറവ് വരത്തില്ല. അതുപോലെ ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നു. സിനിമയിലെ പെർഫോമൻസ് ബേസ് നോക്കി എല്ലാവരും ഓക്കെ. ഞാൻ സിനിമയെ കുറിച്ച് പറയില്ല. ആ നടൻ പിന്നീട് പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനേതാവായിട്ട് വരുന്നു. ഇത് പുള്ളിക്ക് എപ്പോഴും ട്രാൻസിഷൻ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ശരിക്കും BJPയിലെ ഒരു അംഗമായിക്കൊണ്ട് BJP പ്രവർത്തകനായതിനു ശേഷം പുള്ളി കൊണ്ടുവരെ മാറ്റമാണ് പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്ന ഒരു സിനിമ.
ആ സിനിമ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കണ്ടു നോക്കണം, നമുക്കൊന്ന് ചിരി വരും. പുള്ളി എന്തോ വലിയ സംഭവമാണ് എന്നുള്ള നിലയിലാണ് ആ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് രാജസേന അഭിനയിച്ച ഒരു സ്ത്രീ വേഷം കിട്ടിക്കൊണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. ആ സ്ത്രീ വേഷം കിട്ടിയപ്പം അവേഷൺമുഖി എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു, കമലഹാസന്റെ ഒരു സിനിമ. അത് ഗംഭീരമായ ഒരു സ്ത്രീ വേഷമായിരുന്നു. പക്ഷെ കമലഹാസൻ അതിന്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതേ വേഷത്തിലൊന്നും കമലഹാസൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കമലഹാസൻ അങ്ങനെ ഇറങ്ങണ്ടേ 10ഉം 20ഉം വേഷത്തിലേക്ക് ഇറങ്ങി, 10 വേഷത്തിൽ ഇറങ്ങേണ്ടി വരും ദശാവതാരം എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടപ്പോൾ. അപ്പം രാജസേനൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ വേഷത്തിൽ രാജസേന സിനിമാ തിയേറ്ററിൽ പോകാൻ തുടങ്ങി, സിനിമയുടെ പ്രൊമോഷൻ എന്നുള്ള പേരിൽ. അതും പറഞ്ഞുകൊണ്ട് സ്ത്രീ വേഷത്തിൽ ചെല്ലുന്നു, എന്നിട്ട് സ്ത്രീ ആംഗ്യമൊക്കെ കാണിക്കുന്നു. എന്തുകൊണ്ട് ഈ മനുഷ്യന് ഇങ്ങനെ മാറ്റം ഉണ്ടായത്? അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ആദ്യ കാലഘട്ടത്തിൽ നമ്മളെ ചിരിപ്പിച്ച ഒരാളായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം സ്വന്തം കോമാളിത്തരങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിക്കാൻ തുടങ്ങി. എന്തായിരിക്കും ഇതിനൊക്കെ കാരണം? ഇത് ഇവർക്ക് എനിക്ക് തോന്നുന്നില്ല, ഇവർക്ക് എന്തോ ഒരു മാനസികമായ പ്രശ്നം ഉണ്ടാകുന്നതായിരിക്കാം. ഞാൻ പൊതുവെ നമ്മളൊന്ന് നോക്കി ഇപ്പം ഈ BJPയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ അത്യാവശ്യം ഈ ഫേസ് ഉള്ളവരുണ്ടല്ലോ, അതായത് കുറച്ച് ഫേമസ് ആയിട്ട് ഫേസ് ഉള്ള ആൾക്കാരെ പാർട്ടിയിലോട്ട് കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഇപ്പൊ ഏതെങ്കിലും പാർട്ടി എന്നൊക്കെ പുറത്തോട്ട് വരുന്നവരാണെങ്കിൽ വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ഈ അത്യാവശ്യം ഫെയിം ഉള്ളവരെ എവിടെയെങ്കിലുമൊക്കെ നിർത്തുക എന്നുള്ള ഒരു രീതി ഉണ്ട് ഇവർക്ക്. അതിന് പാർട്ടി ബാക്ക്ഗ്രൗണ്ട് വേണ്ട, പ്രവൃത്തി പരിചയം വേണ്ട, ഇതൊന്നും അവർ കൺസിഡർ ചെയ്യത്തില്ല. അവർക്ക് ഒരു ഫെയിം. അപ്പം ഈ ഫെയിം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവരെയും കൊണ്ട് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് ഒരു സംശയം. ഒരു പക്ഷേ ഇതിന്റെ ഒരു ഐഡിയോളജിയുടെ പ്രോബ്ലം ആയിരിക്കും. എന്ന് വെച്ചാൽ BJPയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണം, 10 പേരുടെ ശ്രദ്ധ ആകർഷിക്കണം. ഇപ്പൊ ഈ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ എന്തിനാണ് വീണ്ടും അദ്ദേഹം ഇളിഭ്യനാവുകയാണ് ചെയ്തത്. ഞാൻ മെട്രോമാൻ ഈ ശ്രീധരൻ വന്നിട്ട് അവിടെ വന്നിട്ട് ഒരു MLA ഓഫീസ് തുറക്കാന്ന് പറഞ്ഞാൽ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്? അപ്പം പുള്ളി മണ്ടനായി മാറുന്നതാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും അവരുടെ ഉള്ളിൽ അവർ കേൾക്കുന്നതും അവർ മനസ്സിലാക്കുന്നതും ഈ പറയുന്ന പോലെ ദേശീയതയോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നല്ലൊരു ദേശീയതയൊന്നും അല്ല. അവർ തെറ്റായ കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം, പിന്നെ സവർക്കറുടെയൊക്കെ കഥയാണ്, വീർ സവർക്കർ എന്നൊക്കെയാണ് പേരിട്ടിരിക്കുന്നത്. പക്ഷെ വീരനാണെന്ന് വെച്ചാൽ ഒരു തേങ്ങയല്ല. ഒരു 6-7 തവണ ഇവിടെ മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ കാലം നക്കിയിട്ട് ഇറങ്ങി വന്ന കക്ഷിയാണ് ഈ വീർ സവർക്കർ. അതുകൊണ്ട് അദ്ദേഹത്തെ ഷൂ വർക്കർ എന്ന് ഇവിടുത്തെ ട്രോളന്മാർ വിളിക്കും. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇവർക്കുണ്ടാകുന്ന ഒരു ട്രാൻസിഷനാണ്, ഇവരൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള തരത്തിലേക്ക് അവരങ്ങ് മാറി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറെ ആയി കഴിയുമ്പോഴേക്കും ഇവർക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു മെന്റലി ഇവരെ അത് ബാധിച്ചിട്ട് ഇവരെ ഈ കോമാളികളായി മാറുന്നു. ഇവർ വലിയ സീരിയസ് ഒന്നും കൊണ്ട് കാണിക്കുന്ന വിഷയങ്ങളായിരിക്കും. ഇവർ പറയുന്ന വലിയ സീരിയസ് ആയിട്ട്, നമ്മൾ കുട്ടികളൊക്കെ ചില ജോലി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, വളരെ സീരിയസ് ആയിട്ട്. പക്ഷെ നമുക്ക് തോന്നുമ്പോൾ എന്ത് കാര്യം, ഇത് നിസ്സാരമായൊരു കാര്യം. പക്ഷെ അവർ കുട്ടികളും ചെയ്യുന്നത് കാണുമ്പോൾ അവരത് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എന്ന് പറയുന്ന പോലെയാണ് ഈ BJP നേതാക്കൾ ഈ സിനിമയിൽ നിന്നും അങ്ങനെ ഇതിൽ നിന്നൊക്കെ സെൻകുമാർ അവർക്കൊക്കെ പറ്റിയ മാനസിക പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ അടിപ്പെട്ട ഒരാളാണ് ആർ ശ്രീലേഖ. അപ്പം ആർ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സുപ്രീം കോടതിയിൽ തന്നെ വിധിയുണ്ട്, അതായത് ഉത്തരവുണ്ട്. ഇപ്പോൾ ഒരു പ്രീപോൾ സർവേ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കാരണവശാലും സർവേ നടക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഈ വോട്ടിംഗ് നടക്കുന്ന ദിവസമോ അല്ല എന്നുണ്ടെങ്കിൽ അതിന് മുൻപോ പുറത്തുവിടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഈ സർവേ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം ഒരു C4 സർവേ എന്ന് പിന്നെ അങ്ങനെന്തോ പറയുന്ന ഒരു ഏജൻസിയുടെ സർവേ ഫലം പുറത്തേക്ക് വരുന്നു. അതെടുത്തുകൊണ്ട് ഉടനെ ഒരു ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നു. മാധ്യമങ്ങൾക്ക് പോലും വിലക്കുണ്ടെന്നേ, സർവേ നടത്താൻ പാടില്ല. തന്നെയുമല്ല ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു സർവേ നടത്തിയായിട്ട് എൻ്റെ അറിവിലില്ല. പ്രീപോൾ സർവേ അതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം മാത്രമേ സർവേ പുറത്തുവിടാൻ പാടുള്ളൂ, ഇൻകേസ് സർവേ ചെയ്തിരുന്നാൽ പോലും. അപ്പം സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു മൊത്തത്തിലുള്ള ഒരു ടോട്ടാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേസമയം ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തുകൊണ്ട് തൃശ്ശൂര് നടന്നിട്ടില്ല? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ കോഴിക്കോട് നടന്നിട്ടില്ല, പിന്നെ വേറെ കണ്ണൂർ നടന്നിട്ടില്ല, എങ്ങും നടന്നിട്ടില്ല. തിരുവനന്തപുരത്ത് മാത്രം പക്ഷേ സർവേ നടക്കുകയും ചെയ്തു. അതിൽ 60 മുതൽ 65 സീറ്റ് വരെ, എന്ന് വെച്ചാൽ മെജോറിറ്റി കൂടുതൽ. 65 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത്രയും 3/4 ഭാഗത്തോളം ആവുന്നു സീറ്റുകൾ. അത്രയും സീറ്റുകൾ BJPക്ക് കിട്ടുമെന്ന് പറയുന്ന ഒരു സർവേ ഫലം, ലോകത്താരും കേട്ടിട്ടില്ലാത്ത ഒരു ഏജൻസി, ലോകത്താരും കേട്ടിട്ടില്ലാത്ത ഒരു സർവേ ഫലം, ഇത് ഉടനെ എടുത്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്തു. ഇത് നിയമപരമായി തെറ്റാണ്. തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യം ഉത്തരവുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ മണ്ടത്തരം കാണിക്കുന്നത്. ശരിക്കും ഇവർക്കൊരു നടപടി വേണ്ടതാണ്. ഈ ശ്രീലേഖ എന്ന് പറയുന്ന ആർ ശ്രീലേഖ എന്ന് പറയുന്ന ഈ വനിതാ സ്ഥാനാർത്ഥി, അങ്ങനെ തന്നെ പറയേണ്ടി വരും, സ്ഥാനാർത്ഥി, അതിനപ്പുറത്തേക്ക് പ്രാധാന്യം ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സ്ഥാനാർത്ഥി ഇതിനു മുൻപും പുലിവാല് പിടിച്ചു, അവരുടെ പേരിനോടൊപ്പം IPS. അപ്പോൾ എന്തിനാണ് IPS വെച്ചത്? അവർ അന്നേരം പറഞ്ഞ ന്യായം എന്തോന്നറിയോ, ശശികല ടീച്ചർക്ക് അല്ലെ, ശശികല പോട്ടെ, ശശികല ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റില്ല, ശൈലജ ടീച്ചർക്ക് ടീച്ചർ എന്ന് വെക്കാം, ശ്രീമതി ടീച്ചർക്ക് ടീച്ചർ എന്ന് വയ്ക്കാം, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് IPS എന്ന് വെക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചു. അപ്പം
ഇത് പിന്നെ അതേസമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീമതി ടീച്ചർ എഴുതുകയാണെങ്കിൽ തന്നെ, അതായത് പിന്നെ ശൈലജ ടീച്ചർ എഴുതുകയാണെങ്കിൽ തന്നെയും അവർ സ്വന്തമായി ടീച്ചർ എന്ന് എഴുതാറില്ല. ആരാണോ അവരെ സ്ഥാനാർത്ഥി ആക്കുന്നത് അവരാണ്, അതായത് അവരെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിളിക്കുന്നതാണ് ടീച്ചർ എന്ന്. അവർ നേടിയത് ബിരുദം എന്താണ്? ഒരുപക്ഷെ BEd ഉണ്ടാവാം, MEd ഉണ്ടാവാം, അല്ലെങ്കിൽ MA BEdോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അവരെടുത്തിരിക്കുന്ന ബിരുദം എന്ന് പറഞ്ഞാൽ. അതേസമയം അവരതല്ലല്ലോ വെക്കുന്നത്. ശൈലജ, KK ശൈലജ എന്ന് വെച്ചിട്ട് MA BEd എന്നല്ലല്ലോ അവർ എഴുതുന്നത്. അല്ല, അതുപോലെ കിട്ടിയ ഒരു പദവിയാണ് IPS എന്ന് പറഞ്ഞാൽ. ആ റിട്ടയർ ആയി കഴിയുമ്പോൾ നമുക്ക് പോകും. പക്ഷെ നമ്മൾ എല്ലാ കാലത്തും ഒരു ടീച്ചറെ നമ്മൾ എത്ര പ്രായമായെന്ന് വെച്ചു, നമ്മളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. ആ അധ്യാപകരെ നമ്മൾ ഇപ്പോഴും തന്നെ വിളിക്കുന്നത് ടീച്ചർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ അവരിനി എത്ര കാലം അവർക്ക് അവർ ടീച്ചറാണ്. നമ്മൾക്ക് അവർ ടീച്ചർ തന്നെയാണ്. അത് ഒരു വിഭാഗം ആളുകൾ കൊടുക്കുന്നതാണ്. ആളുകൾ വിളിക്കുന്നതിന് അവർ ഇപ്പം പോസ്റ്റർ അടിക്കുന്ന ആരാ? ശൈലജ ടീച്ചർ, എന്റെ പേര് ഒരു 25 പോസ്റ്റർ അടിക്കാൻ ശൈലജ ടീച്ചറാണ് പറയുന്നത്. അല്ല, പാർട്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന ടീച്ചർ എന്നാണ്. അതായത് ശ്രീലേഖ IPS IG എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അതൊരു ഔദ്യോഗികമായി കിട്ടുന്ന ഒരു പദവിയാണത്. അവർക്ക് പിന്നെ ACP ആവാം, IG ആവാം, അങ്ങനെ ഈ IPSകാർക്ക് പല റേഞ്ചുകളിലേക്ക് പോകാമല്ലോ. ഇവര് ശരിക്കും പറഞ്ഞാൽ BJP മറ്റു പലയിടത്തും ഇതേ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പാർട്ടി അറിയാതൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഇതുപോലെ ഇലക്ഷന്റെ അന്ന് അല്ലെ തലേദിവസം കൊണ്ടുവന്നിട്ടൊരു സർവേ ഫലം അങ്ങ് പോസ്റ്റ് ചെയ്യും. അപ്പൊ അന്നേരം ജനങ്ങൾക്കിടെ ഇപ്പം ഒരു ആൾക്കാരിപ്പം ഇപ്പൊ ചിലർ ചിന്തിക്കും എന്താണ് ഇത്ര പ്രശ്നമെന്ന്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ എടുത്തു നോക്ക്. അവരെന്താ മനസ്സിൽ ചിന്തിക്കുന്ന, ഇത് ഈ പാർട്ടിക്കാണ് വോട്ടെങ്കിൽ എന്നാ പിന്നെ എന്റേതും അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. അവർക്കിടയിൽ ഒരു സ്വാധീനം അല്ലെങ്കിൽ മനസ്സിലോട്ട് എന്തോ ഒന്ന് കുത്തി വെക്കാനായിട്ട് കുറെയൊക്കെ ഇത് സഹായിക്കും. അപ്പൊ ഈ ഒരു തന്ത്രമാണ് BJP ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പലയിടത്തും ഇത് യൂസ് ചെയ്ത് അവിടൊക്കെ എന്തൊക്കെയോ വിജയിച്ചതിന്റെ ഒരു കുത്തലാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇപ്പൊ ഈ കാണിച്ചേക്കുന്നത്. ഇത് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. 65 വരെ സീറ്റ് അവർക്ക് കിട്ടുമെന്ന് ബാക്കിയുള്ളവർ പറയില്ല, ഞാൻ എന്തിനാ വെറുതെ കൊണ്ടുവന്ന് UDF-നും LDF-നും കൊടുക്കുന്നത് എന്നൊരു തോന്നൽ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കാൻ അത് ഉതകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചട്ടലംഘനം എന്ന് വിളിക്കുന്നത്. അവർ IPS എന്ന് പറയുന്ന പദവി ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് അവർ IPS വെച്ചിട്ട് അവർ പോസ്റ്റർ അടിച്ചു. അവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടു പറഞ്ഞ് മൊത്തം കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ പോസ്റ്റർ അടിച്ചതെല്ലാം പിന്നീട് കരിയോയിലും കൊണ്ട്, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വന്തം പോസ്റ്ററിൽ കരിയോയിൽ ഒഴിക്കുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥി എനിക്ക് ശ്രീലേഖയായിരിക്കും. എന്നിട്ട് പിന്നെ ഇവർ കൊണ്ടുവന്ന് ഇത് IPS മായ്ക്കലാണ് പണി. വീണ്ടും ഇത്രയും പോസ്റ്റർ അടിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് ചിലവ് കൂടും. അപ്പോൾ അതുകൊണ്ട് അവർ കരിയോയിൽ ഒഴിച്ച് IPS മറച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ട്. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും, ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് ഇങ്ങനെ ഒരു ബേസിക്കായിട്ട് അറിയാൻ വയ്യാത്ത ആള് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ചും ബേസിക്കായിട്ട് അറിയാൻ വയ്യാത്ത ഒരാൾ എങ്ങനെ ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് വരും? നമ്മൾ ആലോചിച്ച് നോക്കൂ. അവിടെ അവർ നേരിടേണ്ട എന്തൊക്കെയാണ്? സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ, അവർ പിന്നെ പ്രതിനിധീകരിക്കുന്ന ശാസ്തമംഗലം വാർഡിൽ ജനങ്ങൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. ഈ രാഷ്ട്രീയമായി ഒരു ചെറിയ നോളജ് പോലും ഇല്ലാത്ത, തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് ശരിക്കും വിവരമില്ലാത്ത അജ്ഞയായ ഒരാൾ എങ്ങനെയായിരിക്കും ഇവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുക? അപ്പൊ ഇതൊരു BJP പൊളിറ്റിക്സ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊരു പ്രാധാന്യവുമില്ല. അങ്ങനെ ഒരു സർവേ നടന്നിട്ടുമില്ല. ഈ 65 സീറ്റ് എന്ന് പറയുന്ന വ്യാമോഹം BJP ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയതാ. സാധാരണഗതിയിൽ ഇതൊക്കെ പടച്ചുവിടലുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ പലരും പടച്ചുവിടാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒതന്റിസിറ്റി ഇല്ല. സർവേ ആര് നടത്തി ഒന്നുമില്ല. പണ്ട് ഞാൻ ഒരു ചെറിയ പത്രത്തിൽ വർക്ക് ചെയ്യേണ്ട സമയത്ത് ഒരാൾ ഈ വാരഫലം എഴുതാൻ വരുന്ന സമയത്ത് പുള്ളി ഒരു ദിവസം അവധിയാണ്. അപ്പം ഇവിടുന്ന് നമ്മുടെ ഡെസ്കിൽ നിന്ന് ആൾ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഇന്ന് വാരഫലം ദിവസഫലം. അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, അത് ഇന്ന് കിട്ടിയില്ല, ഇന്നത്തെ ഫലം. അത് കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും, ഇന്ന് ഏതാ ഡേറ്റ്? അന്നേരം ഇന്ന് ഡേറ്റ് പറഞ്ഞു. പുള്ളി പറഞ്ഞു മെനങ്ങാന്നത്തെ എടുത്താൽ കൊടുത്തേക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പങ്ക്തിയുടെ പേര്. അപ്പൊ പുള്ളി ഓഫീസിൽ വന്നിട്ട് എഴുതി തരിക പതിവ്. അപ്പോൾ അന്ന് നമ്മൾ ഈ പറയുന്ന പോലെ വാട്സാപ്പോ സാധനങ്ങളോ ഒന്നും ഇല്ല, അങ്ങനെ പെട്ടെന്ന് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി. അപ്പം ഉടനെ പറഞ്ഞെന്താ, മെനങ്ങാന്നുണ്ടായിരുന്ന അത് നിങ്ങളൊരു കാര്യം ചെയ്യും, ഡേറ്റ് മാറ്റിയും കൊടുത്തോളാം. അത്രയേ ഉള്ളൂ പ്രാധാന്യം. എന്ന് പറയുന്ന പോലെയുള്ള സർവേകൾ പലരും പടച്ചു വിടുന്നുണ്ട്. രാവിലെ ഒരാൾ വന്നിരുന്നിട്ട് ഇന്ന് നമുക്കൊരു സർവേ ഉണ്ടാക്കിയാലോ? അപ്പോൾ സർവേ എന്താ? അപ്പം സർവേ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ പിന്നെ നോക്കിയിട്ട് അവരുടെ ഇടയിൽ പോയിട്ട് ആർക്കാണ് ഇതിന്റെ, അതാണ് ശരിക്കും സർവേ എന്ന് പറഞ്ഞാൽ. അവരിൽ നിന്ന് പഠിക്കുന്ന ഒരു അനാലിസിസ് ആണ്, ഡേറ്റ അനാലിസിസ് ആണ്. ഒരു ഡേറ്റ അനാലിസിസും ഇല്ല. ഇങ്ങോട്ട് വന്നിരുന്നിട്ട് ഏതാണ് അവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടി? BJPക്കാരാണെന്ന് വെച്ചു. ഓക്കെ, BJPക്ക് ഇത്ര, നമുക്ക് പിന്നെ ഇന്ന വന്നു 60-65 ആണ്. ഒരു കാര്യം നമ്മൾ 2 കുറച്ചേക്കാം.
78 പിന്നെ 59 മുതൽ 64 വരെ സീറ്റുകൾ കിട്ടിയേക്കാം LDF. അപ്പോൾ ഇത് കമ്പയർ ചെയ്തുകൊണ്ട് ഇവർ നടത്തുന്ന ഡേറ്റ അനാലിസിസ് അത്രയേ ഉള്ളൂ. UDF എന്ന് വെച്ചാൽ അവിടെ ഫസ്റ്റ് BJP എത്തണം, 2 LDF, 3 UDF. കാര്യം കഴിഞ്ഞ തവണത്തെ ഫലം അവരുടെ മുന്നിലുണ്ട്. 1 LDF, 2 BJP, 3 UDF. അപ്പൊ UDF എപ്പോഴും 3-ാം സ്ഥാനത്ത് തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചു വിട്ടു. ഇതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്ന പണി LDF. അപ്പൊ എന്തുകൊണ്ടാണ് UDF പരിഗണിക്കാതെ പോയത്? UDF എത്ര സീറ്റ് കിട്ടിയേക്കാം, UDF എന്താ ഒരു മുന്നേറ്റം ഇത്തവണ നടത്തുന്നില്ലേ എന്നുള്ളതിനെ കുറിച്ച് എന്താ ഇവർ ആലോചിക്കാതെ പോയത്? അതൊന്നും ആലോചനയില്ലാതെ വെറുതെ കാട്ടിക്കൂട്ടിൽ ഉണ്ടാക്കിക്കേണ്ട ഒരു സർവേ ഇതിനെ എടുത്ത് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ബോധമില്ലാത്ത ഒരു മുൻ IPS ഉദ്യോഗസ്ഥ, ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ജനങ്ങളുടെ അതും വോട്ടിന്റെ ദിവസം തന്നെയാണെന്നേ. അതായത് ജനങ്ങളെല്ലാവരും കൂടി അത് സാധാരണഗതിയിൽ തീരുമാനമുള്ളതെന്ന് വെച്ചാൽ വോട്ടെല്ലാം അവസാനിച്ച് 1 മണിക്കൂറിന് ശേഷം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയണം. കാര്യം ഇവരൊന്ന് സോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുശേഷം മാത്രമേ ഇതൊക്കെ വരാറുള്ളൂ. പിന്നെ ഇതിന് മുൻപ് അതായത് വോട്ടെടുപ്പ് തുടങ്ങി 1 മണിക്കൂറിനകത്ത് വെച്ചിട്ട് ഇവരുടെ സർവേ ഫലം പുറത്തു വന്നു. അതൊക്കെ ചട്ടവിരുദ്ധമാണ്. ഇവർക്കൊരു നടപടി ഉണ്ടാവണമെന്നേ. പറ്റിയ ഇവരുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഇവരും അവിടുത്തെ വീണ്ടും റീപോളിംഗ് നടത്തണം. ഇവരെയൊക്കെ ഒഴിവാക്കണം. ഇവരെയൊക്കെ ഒഴിവാക്കി വിട്ടിട്ട് ഇവരൊന്നും യോഗ്യരല്ല. നടപടി ഉണ്ടാവുന്നതാണ് ഇപ്പൊ അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഇനി ഇവർക്ക് 1-ാം സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം, ഇവർ അതങ്ങ് ഡിസ്ക്വാളിഫൈ ചെയ്തേക്കുക. എന്നിട്ട് 2-ാം സ്ഥാനം കിട്ടിയ ആളിനെ പിടിച്ച് അവിടെ 1-ാം സ്ഥാനത്ത് അങ്ങ് വിജയിപ്പിച്ചിട്ടേക്കണം. കാര്യം എന്താ, ഒരു തെരഞ്ഞെടുപ്പിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഇവിടെ മന്ത്രിമാർ പോലും അനാവശ്യമായിട്ട് പ്രഖ്യാപനം നടത്താത്തത് എന്തുകൊണ്ടാണ്? മന്ത്രിമാർ പോലും നമ്മൾ ആലോചിച്ച് നോക്കണം, അവർ പോലും ഒരു പ്രഖ്യാപനം നടത്താറില്ലല്ലോ. എന്താ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്ന അതിശക്തമായ ഒരു വാളാണത്. അതിൽ തൊട്ട് കളിക്കാൻ എല്ലാവർക്കും ഭയമാണ്. അത് തെറ്റാണത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാധ്യമങ്ങൾ പോലും ചിലയിടങ്ങളിൽ നമ്മൾ നിശബ്ദരാകും. കാര്യം ആ പെരുമാറ്റച്ചട്ടത്തിനെ മറികടക്കാൻ പാടില്ല. മാധ്യമങ്ങളാണെങ്കിൽ പോലും വിലക്കുണ്ട്. അപ്പൊ അതിനെ മറികടക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങൾക്കും വേണമെങ്കിൽ സർവേ അടിക്കാമല്ലോ. എന്തുകൊണ്ടാണ് അവർ സർവേ അടിക്കാതെ? എന്തുകൊണ്ട് അവരാരും സർവേ അടിക്കാതെ? അവരെയും ബാധകമാണ്. ഇന്ത്യയുടെ മഹാരാജ്യത്തില് ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ബാധകമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗൃഹപാഠമാണ്. അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണ്. ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു കൗൺസിലർ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ല. അങ്ങനെ ഒരു യോഗ്യയേ അല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇനി ഇവർ 1-ാം സ്ഥാനത്തേക്ക് വന്നാൽ 2-ാം സ്ഥാനത്തിന് പിന്നെ UDF ആണെങ്കിലും LDF ആണെങ്കിലും ആര് വന്നാലും അവരെ പിടിച്ച് കൗൺസിലർ ആക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുക. പിന്നീട് അവർക്കൊരു 10 വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കണം. ഇനിയിപ്പം പിന്നെ തന്നെയല്ല, ഇനിയും വരുന്നവർക്ക് BJP അംഗത്വം എടുത്ത് മത്സരിക്കുന്നതിന് മുൻപ് ഈ പറയുന്ന പോലെ ഒരു അഫിഡവിറ്റ് കൊടുക്കില്ല, നമ്മൾ സത്യവാങ്മൂലം കൊടുക്കത്തില്ലേ, അതിനകത്ത് പ്രത്യേകം ഇവരുടെ മെന്റൽ ഹെൽത്ത് പരിശോധിച്ച് ഏതെങ്കിലും വെരിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഒപ്പ് വേണം. എങ്കിലേ ഈ BJP-ക്കാർക്ക്, അതായത് ഈ ഇങ്ങനെ പുതിയ മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ചലച്ചിത്ര മേഖല, ഈ IPS നൂലെ കെട്ടി ഇറക്കുന്ന BJP സ്ഥാനാർത്ഥികളിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പിന്നെ വർഷാവർഷം നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവരുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണം, ഒരു സൈക്കാട്രിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ്. കാര്യം ഇവര് മെന്റലി കുഴപ്പമില്ല, മെന്റലി ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് അവർ ജീവിച്ചുകൊണ്ട് പോകുന്നത്, ഗുഡ് സ്റ്റാറ്റസ് ആണ് എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പൊട്ടത്തരം കാണിക്കില്ലേ ഇനി വരുന്നവര്. അപ്പോൾ അവരുടെ മെന്റൽ ഹെൽത്ത് കൃത്യമായി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മെഷർമെന്റ് സംവിധാനം ഉണ്ടാവണം. പിന്നെ ഇത് കഴിഞ്ഞ ഓരോ വർഷം ഇത് ഉണ്ടാവണം, ഇത് പുതുക്കണം എല്ലാ വർഷം ഇത് കാണിക്കണം, ഇത് പബ്ലിഷ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് സുരേഷ് ഗോപിയുടെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, അതെനിക്ക് ഒരു 10 വർഷം കൊണ്ട് കഴിഞ്ഞ് എന്താവും എന്നുള്ള കാര്യം നമുക്കാർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു.